നമ്മൾ നാളെ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാ നേതാക്കളുമൊക്കെ ഒത്തൊരുമിച്ച് തീരുമാനിച്ചിരുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമായി തുടരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പേരിന് ആലങ്കാരികമായിട്ട് അങ്ങനെ ഒരു പേരുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും പ്രിയാമ്പിളിൽ നിന്ന് പോലും സെക്യുലറിസം എന്നുള്ള പേര്, മതേതരത്വം എന്നുള്ള പേര് എടുത്ത് കളയണം എന്നുള്ളതിനെക്കുറിച്ച് വരേണ്യവർഗക്കാർ, ഹിന്ദുക്കളിലെ വരേണ്യവർഗക്കാർ മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. അതിൻ്റെ പിന്നിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ BJP ഒക്കെ തന്നെയാണ് എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയാൻ പോയത്, ഇത് ന്യൂനപക്ഷങ്ങൾ, അതായത് ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെയൊക്കെയുള്ള ചില വർഗങ്ങൾക്കുണ്ട്, അവർക്കെതിരെ മാത്രമാണോ ഈ അയിത്തം കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് ഇപ്പോൾ നെളിച്ചു നിൽക്കുന്നുണ്ട്, വെളിവായിട്ടുമുണ്ട്. അതെന്നേ ഉള്ളതാണ്. പക്ഷേ ഇത് പറയാൻ ആരും ധൈര്യപ്പെടത്തില്ല, ആരും പറയത്തുമില്ല. മാത്രമല്ല, അങ്ങനൊരു സംഭവം ഇല്ല എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഹിന്ദുക്കളാണവർ, അവർക്കെതിരെ വരേണ്യവർഗത്തിൻ്റെ അതിനകത്ത് ഉള്ള ബ്രാഹ്മണ്യം കൊണ്ടു നടക്കുന്നതും അതുമായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ്. മറ്റവർക്ക് ഇതൊന്നുമില്ല, ദൈവത്തിൻ്റെ അടുത്തൊന്നും പോകത്തില്ല, വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ ഉള്ള ഒരയിത്തം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതിപ്പോൾ പുറത്തു വന്നു. പലപ്പോഴായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഒരിക്കൽ രാജസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഈ പശുക്കളൊക്കെ റോഡിൽ ചത്ത് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് പശുക്കളൊക്കെ ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശവശരീരം കൊണ്ടുപോയി സംസ്കരിക്കുന്നത് പട്ടിക ജാതിക്കാരായിട്ടുള്ള സഹോദരങ്ങളാണ്. അവരെ ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു. അവർ പശുവിനെ കൊന്നെന്നും പറഞ്ഞ് അവരെ എടുത്തിട്ട് അടിച്ച് നാശമാക്കി, കെട്ടിയിട്ടടിച്ചു. അതിൽ പിന്നെ അവരെ ഒരു സമരമുറ അവരങ്ങ് എടുത്തു. ഞങ്ങളിനി ഇതിനെ സംസ്കരിക്കാൻ ഞങ്ങളില്ല, കന്നുകാലികൾ വീണ് ചത്തുപോയി കഴിഞ്ഞാൽ അതിനെ സംസ്കരിക്കുന്ന നീയൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അവസാനം യവന്മാർ കിടന്ന് കാല് പിടിക്കേണ്ട ഗതികേട് വന്നു. അതിവിടെ പണ്ട് അയ്യങ്കാളി നടപ്പാക്കിയിട്ടുള്ളതാണ്. പഞ്ചമി എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരി, ഒരു പുലിയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അയ്യങ്കാളി പറഞ്ഞത്, നിലത്തിലെ ഞാറ നടാനും കളപറിക്കാനും ഒക്കെ ഉണ്ടല്ലോ, ഇനി നീയൊക്കെ തന്നെ അങ്ങ് ചെയ്തോണ്ടാ മതി, ആരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞൊരു സമരം കൂടെ നടന്നു. അവസാനം നിവൃത്തിയില്ലാതെ കാല് പിടിച്ച് പഞ്ചമിക്ക് അഡ്മിഷൻ കൊടുക്കേണ്ട ഗതികേട് വന്നു സ്കൂളിൽ. അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുള്ള രാജ്യമാണ് നമ്മളത്. ഇന്നലെ കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു സംഭവമാണ് നമ്മൾ ആഗസ്റ്റ് 8-ാം തീയതി നടന്നതിനെക്കുറിച്ച് വായിക്കാൻ ഇടയായത്. അതായത് ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഹിൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ രാംലീല മൈതാനത്ത് നടന്ന ഒരു സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന നമ്മുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്, കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. അതുകൂടാതെ അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്, MP ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം MP ആ സ്ഥാനത്തിരുന്ന രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. വളരെ അന്തസ്സോടുകൂടി പെരുമാറുന്ന, നല്ല രീതിയിൽ എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങേയറ്റം സങ്കടം തോന്നി അത് കണ്ടിട്ട്. കാരണം നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടോ എന്നിപ്പോൾ എനിക്കൊരു സംശയം വരികയാണ്. ഇവിടെ വന്ദേമാതരം പടി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നുള്ളതാണല്ലോ നമുക്ക് കാണിച്ചു തന്നത്. കാരണം ഈ കഴിഞ്ഞ വിൻ്റർ സെഷനിലെ പാർലമെൻറ്റിൽ 2 സഭയിലും, ലോക്സഭയിലും രാജ്യസഭയിലും പോകാതിരുന്ന 2 നേതാക്കളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും. ഇവർ രണ്ടുപേരും അവിടെ കയറിയിട്ടില്ല. അവസാനം എന്താണെന്നറിയോ, അവസാനം ഒരു ദിവസം കയറാൻ വന്നു. അപ്പോൾ എല്ലാവരും നോക്കിയിരുന്നു, ഏതാണ്ട് സംഭവിക്കാൻ പോവുകയാണ്. ഇന്നലെയാണ് അവസാന ദിവസം പാർലമെൻറ്റിൻ്റെ. ഒത്തുകളിയായിരുന്നു. സ്പീക്കറുമായിട്ട് നേരെ വന്നു ലോക്സഭയിലോട്ട്. രണ്ടുപേരും അറ്റൻഷനായിട്ട് വന്നങ്ങോട്ട് നിന്നു.
അവരടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിനെ തൊട്ടപ്പുറത്ത് ഈ നമ്മുടെ ഈ ഗതാഗത വകുപ്പ് മന്ത്രി നിൽപ്പുണ്ട്. ബാക്കി ഇവർ BJP നേതാക്കൾ ആണ്. അവരിങ്ങനെ നിൽക്കുന്നു. നിന്നിട്ട് നേരെ നിന്ന് ഞെളിഞ്ഞ് നിന്ന് വന്ദേമാതരം പാടുന്നു. വന്ദേമാതരം പാടിയ ഇവിടെ ഇന്ത്യക്കാരുടെ എല്ലാം വിശപ്പ് മാറുമല്ലോ വന്ദേമാതരം പാടിക്കഴിഞ്ഞാൽ മതി. മാത്രമല്ല വന്ദേമാതരം പാടാൻ ഇവർക്ക് എന്താ അർഹത എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ യാതൊരു പങ്കുമില്ല. എൻ്റെ വേലിപ്പത്തലെ പോലും പിടിച്ച് നോക്കിയിട്ടില്ലാത്ത ആളുകളാണ് ഇപ്പോൾ വന്ദേമാതരം എല്ലാം പാടി റെഡിയാക്കുന്നത്. അവരേതാണ്ട് ചെയ്തെന്ന്. അവരൊന്നും അല്ല ചെയ്തേക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അവർ മുഖാന്തരം അല്ല. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഇവിടെ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനാണ്. അതാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പട്ടികജാതിക്കാരനാണെങ്കിലും ഈ പറയുന്ന ഇവന്മാരെ കഴിയൊക്കെ, അതായത് ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹത്തിനെ എതിർത്ത കുറേ ആളുകളുണ്ട്. അത് അവരെ കഴിയൊക്കെ വലിയ സമ്പന്നനാണ് അദ്ദേഹം, വലിയ ഭൂവുടമയാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ. ആ രീതിയിൽ അന്തസ്സായിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യനുമാണ്. അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ ഇതേപോലെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ അദ്ദേഹം പ്രസംഗിക്കാൻ പോയി രാംലീല മൈതാനത്തിൽ, അവിടെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ചതെന്നറിയാം, അവിടെ അശുദ്ധമാക്കി, പട്ടികജാതിക്കാരൻ കയറി. ഇതാണ് പ്രശ്നം. അത് അദ്ദേഹം ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളതല്ല, പട്ടികജാതിക്കാരൻ അവിടെ കയറി. അതുകൊണ്ട് അവിടെ ചെയ്തെന്തെന്നറിയോ, അവിടെ ശുദ്ധികലശം നടത്തണം എന്നും പറഞ്ഞിട്ട് ശുദ്ധികലശം ശ്രീറാം സേന ഉണ്ട്, അവരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ശ്രീരാമൻ ചിലപ്പം ബ്രാഹ്മണനായിരിക്കും, ക്ഷത്രിയനാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുടെ അർത്ഥത്തിൽ അവർ ബ്രാഹ്മണ്യം വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ പട്ടികജാതിക്കാരനൊന്നും അവിടെ കയറാൻ പാടില്ല. അവിടെ കയറിയോണ്ട് എന്താണെന്നറിയോ, അവിടെ ശുദ്ധികലശം നടത്തി. ശുദ്ധികലശം നടത്തിയത് അതെന്താണെന്നറിയോ, അവിടെ ചാണകം തളിച്ച് വൃത്തിയാക്കി. ചാണകം തളിച്ചാൽ എല്ലാം പോവും. കാരണം ഇവൻ്റെയൊക്കെ തലേ ചാണകമാണ്. അതുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. തലയ്ക്ക് ഉള്ളിൽ ചാണകം ഇരിക്കുന്നവനാണ് ഇത്. ഒരു മനുഷ്യൻ കയറിയ സ്ഥലം, അയാൾ പട്ടികജാതിക്കാരനായിരുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ അശുദ്ധമാക്കി. അവിടെ ശുദ്ധികലശം നടത്തണമെങ്കിൽ പശുവിൻ്റെ മലം അല്ലെങ്കിൽ കാളയുടെ മലം, അതാണല്ലോ അത്. ഇതിപ്പം എല്ലാ മൃഗങ്ങളുടെയും വേസ്റ്റ് ആണല്ലോ ഈ പറയുന്ന ചാണകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാണകം അവിടെ കലക്കി തളിച്ച് അവിടെ ശുദ്ധികലശം നടത്തി. ഇത് അദ്ദേഹം വളരെ വേദനയോടുകൂടി രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ രാജ്യസഭയിലെ BJPയുടെ അധ്യക്ഷൻ നമ്മുടെ JP നഡ്ഡ, നേരത്തെ BJPയുടെ പ്രസിഡൻ്റായിരുന്നു, ദേശീയ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് ഇങ്ങനെ പറയാറുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് വലിയ കാര്യമില്ല അതിനകത്ത്. പക്ഷേ ശ്രീ CP രാധാകൃഷ്ണൻ, രാജ്യസഭയുടെ ചെയർമാൻ, നമ്മുടെ ഉപരാഷ്ട്രപതി, അദ്ദേഹം വളരെ ശക്തിയായിട്ട് അതിൽ പ്രതികരിച്ചു. അതിന് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പം ഖാർഗെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, വളരെ മനസ്സ് വേദനിപ്പിച്ചു. ഇത് ഞാനൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇത് BJP അനുഭാവികളാണ് ഈ ചെയ്തേക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ ഞാനത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പട്ടികവർഗ അവരുടെ സംരക്ഷണ നിയമമുണ്ടല്ലോ, പ്രൊട്ടക്ഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, അതനുസരിച്ച് ഉള്ള നിയമം അനുസരിച്ച് അവരുടെ പേര് കേസെടുക്കണം. അതാണ് വേണ്ടത്. വലിയ ക്രിമിനൽ കുറ്റമാണ് നടന്നേക്കുന്നത്. അൺടച്ചബിലിറ്റി നിരോധിച്ചേക്കുന്ന രാജ്യം, തൊട്ടുകൂടായ്മ തീണ്ടക്കൂടായ്മ ഇല്ലാത്ത രാജ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. യവൻ്റെയൊക്കെ പേര്, ഇത് ചെയ്തവൻ്റെ പേരിലുണ്ടല്ലോ, യവന്മാരുടെ പേര് നടപടിയെടുക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ വേറെ ഈ വാചമടിക്കുന്നതിലൊന്നും കാര്യമില്ല. കേസെടുക്കണം, അവന്മാരെ ശിക്ഷിക്കണം മാതൃകാപരമായിട്ട്. അതാണ് ചെയ്യേണ്ടത്.